ഈജിപ്തിലെ പിരമിഡുകൾ നിർമ്മിച്ചത് ആര് എന്ന ചോദ്യത്തിന് പിരമിഡുകളോളം തന്നെ പഴക്കമുണ്ട്. ചരിത്രകാരന്മാരെ കുഴപ്പിക്കുന്ന അതിനോളം പോകുന്ന ഒരു ചോദ്യവും ഇക്കാലത്തിനിടയിൽ ഉയർന്നിട്ടുമില്ല. എന്നാൽ ഈ ചോദ്യത്തിന് ഇപ്പോൾ കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ. ഏതാണ്ട് 4500 വർഷത്തെ പഴക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ എന്നറിയപ്പെടുന്ന ഈജിപ്തിലെ ഗിസ പിരമിഡിന്. ഖുഫു എന്ന ഫറവോയുടെ കാലത്ത് നിർമ്മിച്ച ഈ പിരമിഡ് ലോകത്ത് നിലവിലുള്ളതിൽ ഏറ്റവും വലിയ പിരമിഡാണ്. 1,00,000 അടിമകൾ 20 വർഷം കൊണ്ട് അഹോരാത്രം പണിയെടുത്ത് പൂർത്തിയാക്കിയതാണ് ഗിസ പിരമിഡ് എന്നാണ് ഗ്രീക്ക് പുരാണങ്ങളിലും നാടോടി കഥകളിലുമെല്ലാം പറയുന്നത്. പുരാതന ഗ്രീക്ക് പണ്ഡിതന്മാരുടേതായി പുറത്തുവന്ന ചില പഠനങ്ങളിലും ഈ വാദം സാധൂകരിക്കുന്ന തെളിവുകളുണ്ടായിരുന്നു. പിരമിഡിന്റെ നിർമ്മാണ കാലയളവിൽ അടിമകൾക്ക് അധികൃതർ അവധി പോലും നിഷേധിച്ചിരുന്നു എന്നും ഓരോ അടിമയെക്കൊണ്ടും വിശ്രമമില്ലാതെ അതികഠിനമായി ജോലി ചെയ്യിച്ചിരുന്നു എന്നും പുരാതന ലിഖിതങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഈജിപ്തിലെ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസയുടെ ഉള്ളിൽ കണ്ടെത്തിയ ഒരു ചുവരെഴുത്തിൽ നിന്നാണ് ഈ സുപ്രധാന വിവരം പുറത്തു വന്നത്. ഗിസ പിരമിഡിന് പിന്നിലെ ഒരു നിർമ്മാണ തൊഴിലാളി പോലും അടിമയായിരുന്നില്ല എന്നാണ് പുതിയ തെളിവുകൾ സൂചിപ്പിക്കുന്നത്. അതിസൂക്ഷ്മമായ നിരീക്ഷണ വലയത്തിൽ അതിവിദഗ്ധരായ ദിവസവേതനക്കാരായ ശില്പികളെ കൊണ്ട് ഗിസ പിരമിഡ് പണിതുയർത്തുകയായിരുന്നു എന്നാണ് നിർണായകമായ കണ്ടുപിടുത്തം. ഗിസ പിരമിഡിനുള്ളിൽ കിങ്സ് ചേംബർ എന്ന രാജാവിന്റെ അറയ്ക്കുള്ളിലാണ് നിർണായക വിവരം സൂചിപ്പിക്കുന്ന രേഖയുണ്ടായിരുന്നത്. പിരമിഡ് പണിത സമയത്ത് ഇവ തൊഴിലാളികൾ തന്നെ കുറിച്ചതാവാമെന്നാണ് ഗവേഷകർ കരുതുന്നത്. കിങ്സ് ചേംബറിന്റെ ഈ ഭാഗത്തേക്ക് ഇതിനു മുമ്പ് മനുഷ്യർക്ക് എത്തിച്ചേരാനായിട്ടില്ല. ഇടുങ്ങിയ വാതിലുകളുള്ള അറകളും ഇടനാഴികളുമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ലിഖിതങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനായി എഴുതി ചേർത്തതാണെന്ന് കരുതാനാകില്ല. അങ്ങനെ എഴുതണമെങ്കിൽ തന്നെ തീരെ മിനുസപ്പെടുത്താത്ത ഭിത്തിയിൽ 45 അടിയോളം വലിഞ്ഞു കയറണം. ശ്വാസം പോലും കടക്കാത്ത അറകൾക്കുള്ളിലൂടെ ഇഴഞ്ഞു നീങ്ങണം. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവ തൊഴിലാളികൾ എഴുതു തന്നെയെന്ന് ഉറപ്പിക്കുന്നത്. പിരമിഡുകളുടെ നിർമ്മാണം അടിമകളാണ് ചെയ്തിരുന്നതെങ്കിൽ അവരെ ഒരിക്കലും പിരമിഡിന് സമീപം അടക്കം ചെയ്തേക്കില്ല. അങ്ങനെ ഫറവോമാർക്ക് സമീപം സ്വന്തം കല്ലറകൾ ഒരുക്കാൻ അടിമകൾക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും അവകാശവും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അവരൊരിക്കലും മരണാനന്തര ജീവിതം മുന്നിൽ കണ്ട് കല്ലറകൾ ഒരുക്കുകയുമില്ല. കിങ്സ് ചേംബറിലെ ലിഖിതങ്ങൾക്കും ശില്പികളുടെ കല്ലറകൾക്കും പുറമെ പിരമിഡുകൾ എങ്ങനെ നിർമ്മിച്ചു എന്ന് സൂചിപ്പിക്കുന്ന ചില തെളിവുകളും ഗവേഷക സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പിരമിഡുകളിൽ ഉപയോഗിച്ചിരുന്ന ചുണ്ണാമ്പുകല്ല് ഇപ്പോൾ ഗ്രേറ്റ് പിരമിഡുള്ള സ്ഥലത്തിന് 1000 അടി അകലെയുള്ള ഖനിയിൽ നിന്ന് കുഴിച്ചെടുക്കുകയായിരുന്നു എന്നാണ് വിവരം. ഇവ പിന്നീട് വടം കെട്ടി വലിച്ച് നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിക്കും. ഇതിന്റെ ശേഷിപ്പുകളും ശില്പികളുടെ കല്ലറകളുള്ള സ്ഥലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. തൊഴിലാളികൾക്ക് താമസിക്കാൻ ഉണ്ടാക്കിയ തരത്തിലുള്ള അടുക്കുകളായുള്ള കെട്ടിടങ്ങളുടെ ശേഷിപ്പുകളും ഇവിടെ നിന്ന് കണ്ടെത്തി. പിരമിഡുകളുടെ നിർമ്മാണത്തിലേർപ്പെട്ട തൊഴിലാളികൾക്ക് നൽകാനായി പുരാതന ഈജിപ്തുകാർ ദിവസേന 11 പശുക്കളെയും 33 ആടുകളെയും വരെ കൊന്നിരുന്നു എന്നാണ് ഏറ്റവും പുതിയ തെളിവുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 10,000 തൊഴിലാളികൾക്ക് വരെ ദിവസേന ഇത്തരത്തിൽ ഭക്ഷണം നൽകിയിരുന്നു. വെറും അടിമകളാണ് തൊഴിലാളികളെങ്കിൽ ഇത്രയും സമ്പുഷ്ടമായ ഭക്ഷണം അവർക്ക് ഒരിക്കലും നൽകില്ല. പല ഗോസിപ്പുകളും പ്രചരിക്കുന്ന കാലത്ത് ഈ കണ്ടെത്തലിന് വലിയ പ്രാധാന്യമുണ്ട്. ഈജിപ്തിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതും പുതിയ കണ്ടുപിടുത്തം എന്നതിൽ സംശയം വേണ്ട. മാത്രമല്ല, മറ്റ് പിരമിഡുകളുടെ നിർമ്മാണ പ്രക്രിയയിലും ഇതേ പാത പിന്തുടർന്ന് കാണുമെന്നും കരുതാനാവും.